മുൻപ് വീട്ടിൽ ചില ആൾക്കാർ നല്ല നീളമുള്ള മുടിയുള്ള ഇപ്പം റോസ്, മണിക്കുട്ടിയാണെങ്കിൽ മുടി ഇവിടെ ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടേക്കുന്ന ആളാണ്, കുഞ്ഞിയുടേതൊരു മീഡിയമാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആൾക്കാർ അവരെല്ലാവരും നിരന്നിരുന്ന ഏകദേശം ഒരു ഹൈറ്റും സൈസും ഒക്കെ ആയതുകൊണ്ട് അവരിങ്ങനെ മുമ്പിൽ നടന്നു പോകുമ്പോൾ ആ മുടി വെച്ചിട്ട് തന്നെ പറയാൻ പറ്റും ഇതിൽ ആരാണ് എന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും ഒരുപോലെ മുടി വെട്ടിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൺഫ്യൂഷനാണ്. കാരണം ഒരുപോലത്തെ ഉടുപ്പുകളും ഉണ്ട് എല്ലാവർക്കും. അതൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണെങ്കിൽ കുഞ്ഞിയെ മണിക്കുട്ടിയെന്ന് വിളിക്കും. വീട്ടിൽ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന നമ്മളുടെ മക്കളെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട് എനിക്ക്. കാരണം ഏറ്റവും 7ാമത്തെ 8ാമത്തേതിനെയും തങ്ങളിൽ പലപ്പോഴും പേര് വരെ മാറി വിളിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ എപ്പോഴും കാണുന്നവരെ ചെറിയ ഐഡൻറ്റിഫിക്കേഷൻസിൽ മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴോ ഒരിക്കൽ മാത്രം കാണുന്ന നമ്മുടെ രോഗികളെ നമ്മൾ കണ്ടങ്ങ് മനസ്സിലാക്കും എന്നത് എത്ര ഓവർ കോൺഫിഡൻസാണ്. മരുന്ന് എന്നിട്ട് മാറിക്കൊടുത്തിട്ട് കിടന്ന് കരഞ്ഞിട്ടും ബഹളം വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഏതൊരു ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സമയത്തും അവരുടെ മെഡിക്കൽ റെക്കോർഡ് നമ്പരും പേരും ഏജും ഒക്കെ അങ്ങനെ മിനിമം 2 കാര്യങ്ങൾ നമ്മൾ COP 1Bയിൽ പഠിച്ചതാണ്. ഒരു പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മിനിമം 2 ഐഡൻറ്റിഫിക്കേഷൻ മെക്കാനിസം ഉപയോഗിക്കണം. അവരുടെ MR നമ്പരും പേരും അല്ലെങ്കിൽ ഏജും അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ അവരോട് ആ സമയത്ത് ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ഇന്ന ആൾ തന്നെ അല്ലേ? OP നമ്പർ, IP നമ്പർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഹോസ്പിറ്റലിലെ നമ്പർ ഉപയോഗിക്കാം, അവരുടെ പേര് ഉപയോഗിക്കാം. ജെൻഡർ ഇനിയിപ്പോൾ ചോദിക്കണ്ട കേട്ടോ, കണ്ടാ അറിയാമല്ലോ നമുക്ക്. ഏജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ദ പേഷ്യൻ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബിഫോർ അഡ്മിനിസ്ട്രിങ് ദ മെഡിക്കേഷൻ. അപ്പോൾ നമുക്ക് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഈ പേഷ്യൻ്റെ മരുന്ന് തന്നെയാണ് എന്ന് പേഷ്യൻറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കി, ഈ മരുന്ന് നിങ്ങളുടെ ആണോ എന്നല്ല ചോദിക്കേണ്ടത് കേട്ടോ. നിങ്ങൾ ഇന്ന ആളല്ലേ എന്നത് കൃത്യമായി അവരുടെ റിസ്റ്റ് ബാൻഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് പേഷ്യൻ്റ് ഒന്ന് കൺഫേം ചെയ്തേക്ക്. എന്നിട്ട് നമുക്ക് വിഷ്വൽ ഐഡൻറ്റിഫിക്കേഷൻ ആൾറെഡി ഉണ്ട്, ബട്ട് ഡോക്യുമെൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ കൃത്യമായിട്ട് നടത്തണം. MOM 7C, ദ പേഷ്യൻ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബിഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ. ഓക്കെ, MOM 7C പേഷ്യൻറ്റിനെ തിരിച്ചറിയുക എന്നതൊരു നിർബന്ധ ബുദ്ധിയാണ്, കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്.